സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടില്ലെന്ന് വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. നടി രഞ്ജിനി ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയ സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ തീരുമാനമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ സ്വകാര്യത ലംഘനമില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നടി കോടതിയെ സമീപിച്ചത്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ താൻ മൊഴി നൽകിയിട്ടുണ്ടെന്ന് നടി പറയുന്നു. മൊഴി നൽകിയവർക്ക് പകർപ്പ് ലഭ്യമാക്കി അവരെ കൂടി ബോധ്യപ്പെടുത്തിയാകണം റിപ്പോർട്ട് പുറത്തുവിടേണ്ടതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് താൻ പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയ ദൂരീകരണത്തിനു വേണ്ടിയാണ് ഹർജി നൽകിയത് എന്നാണ് രഞ്ജിനി പറയുന്നത്. അതേസമയം റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും വിഷയത്തിൽ സർക്കാർ തീരുമാനം കൈക്കൊള്ളുക എന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരം. നടി രഞ്ജിനിയുടെ ആവശ്യം വിവാദമായതിനെ തുടർന്ന് പ്രതികരണങ്ങളുമായി പലരും രംഗത്തെത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് വനിതാ കമ്മീഷനും ആവശ്യപ്പെട്ടത്. ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും സ്വകാര്യത മാനിച്ചുകൊണ്ടായിരിക്കും റിപ്പോർട്ട് പുറത്തുവിടുകയെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കോടതി രഞ്ജിനിയുടെ ഹർജി തള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സതീദേവി കൂട്ടിച്ചേർത്തു. സിനിമാ മേഖലയിൽ തെറ്റായ പ്രവണത ഉണ്ടെങ്കിൽ അത് പുറത്തു വരണമെന്നും അക്കാര്യ റിപ്പോർട്ട് പുറത്തുവരുന്നതിലൂടെ സാധ്യമാകുമെന്നും സതീദേവി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കി നടി രഞ്ജിനി രംഗത്തെത്തി. മൊഴി കൊടുത്ത ആളെന്ന നിലയിൽ ഉള്ളടക്കം അറിയാതെ പ്രസിദ്ധീകരിക്കുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടെന്നാണ് താൻ പറഞ്ഞതെന്നും താൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തിട്ടുള്ളവരാണെന്നും രഞ്ജിനി പറഞ്ഞിരുന്നു. 4 വർഷമാണ് റിപ്പോർട്ട് സർക്കാരിൻ്റെ പക്കലിരുന്നത്. ഞങ്ങൾ കൊടുത്ത മൊഴിയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് യാതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കൊടുത്ത മൊഴി തന്നെയാണോ പുറത്തു വരുന്നതെന്നും അറിയില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ പോലും അവർ വായിച്ചു കേൾപ്പിച്ച ശേഷമാണ് ഒപ്പിടുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഞങ്ങളെ കാണിക്കാതെ മൊഴി പുറത്തുവിടുന്നത്. എനിക്ക് റിപ്പോർട്ട് കിട്ടണം. ആ താല്പര്യത്തിന് പിന്നിൽ മറ്റ് പ്രേരണകളൊന്നുമില്ലെന്നുമാണ് രഞ്ജിനി പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇത്തരത്തിൽ ചർച്ചകൾ നിരവധി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുവിടുന്നു എന്ന് പറഞ്ഞ് പുറത്തുവിടാൻ പോകുന്ന അവസരത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം അതിലേർപ്പെടുന്നുണ്ട്. വർഷങ്ങളായി സർക്കാരിൻ്റെ കയ്യിൽ ഭദ്രമായി ഇരിക്കുകയാണ് ഈ റിപ്പോർട്ട്. ഏകദേശം 1 കോടിയോളം രൂപ ചെലവാക്കി തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് ചിലർ പറയുന്നത് പോലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും എടുത്ത് ചെലവാക്കിയ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ജനങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏവർക്കും ഊഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. റിപ്പോർട്ട് പുറത്തു വന്നാൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന നിരവധി പ്രമുഖർ പ്രതിക്കൂട്ടിലാവുമെന്ന കാര്യം ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ തന്നെയാണ് സിനിമാ മേഖലയിൽ നിന്നും പുറത്തു വരുന്നത്. നിരവധി പ്രമുഖർക്കെതിരെയുള്ള മൊഴികൾ റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന റിപ്പോർട്ടിൻ്റെ പ്രധാന ഭാഗത്ത് പ്രശ്നമില്ലെങ്കിലും അനുബന്ധ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മലയാള സിനിമാ രംഗത്തെ പ്രമുഖരായ ചിലർക്കെതിരെ നടികൾ നൽകിയ മൊഴിയും രേഖകളും ഈ ഭാഗത്തുണ്ട്. സംസ്ഥാന സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ 233 പേജുകളുണ്ട്. ഇതിൽ പല പേജുകളും ഒഴിവാക്കിക്കൊണ്ടാണ് സർക്കാർ അത് പുറത്തുവിടാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് പേജ് നമ്പർ 49 പുറത്തുവിടുന്ന കോപ്പിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പേജ് നമ്പർ 81 മുതൽ 100 വരെയുള്ള പേജുകളും ഒഴിവാക്കിയിട്ടാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്. പുറത്തുവരുന്ന സൂചനകളനുസരിച്ച് ഈ ഒഴിവാക്കിയ പേജുകളിൽ ചില നടന്മാരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ. മലയാള സിനിമയെ സംബന്ധിച്ച് സജീവമായി നിലകൊണ്ടിരുന്ന പല സിനിമാ പ്രവർത്തകരും കഴിഞ്ഞ കാലങ്ങളിൽ ആരോപണങ്ങളിൽ കുടുങ്ങിയ സംഭവങ്ങൾ ഒത്തിരിയുണ്ട്. നടിമാർ താമസിക്കുന്ന റൂമിൽ ചെന്ന് കതക് തട്ടുകയും തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നൊക്കെയുള്ള നിരവധി ആരോപണങ്ങളാണ് ചിലർക്കെതിരെ ഉയർന്നിട്ടുള്ളത്. എന്നാൽ ഈ ആരോപണങ്ങളുടെ കുറച്ചു കാര്യങ്ങൾ മാത്രമേ പുറത്തു വന്നിരുന്നുള്ളൂ. അതേസമയം ജസ്റ്റിസ് ഹേമയോട് നടിമാർ വളരെയേറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന പല നടന്മാരുടെയും മുഖംമൂടികൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ അഴിഞ്ഞു വീഴുമെന്നും മലയാള സിനിമാ ലോകം ഭയക്കുന്നുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്നവർക്ക് നൽകാൻ റിപ്പോർട്ടിൻ്റെ എഡിറ്റഡ് രൂപം സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ഉത്തരവിട്ടെങ്കിലും റിപ്പോർട്ടിലെ 96-ാം പാരഗ്രാഫും 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും പുറത്തുവിടരുതെന്നും വ്യക്തമാക്കിയിരുന്നു. ഈ ഖണ്ഡികകളിലെ വിവരങ്ങൾ പുറത്തു വന്നാൽ മലയാള സിനിമയുടെ പ്രേക്ഷക സമൂഹം ഞെട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളാണ് മലയാള സിനിമയിൽ ഇന്ന് സജീവമായി നിൽക്കുന്ന പലർക്കെതിരെയും
നടിമാരുടെ ഭാഗത്തു നിന്നും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. വ്യക്തിപരമായ ആരോപണങ്ങൾ പുറത്തു വന്നാൽ അത് മറ്റൊരു തലത്തിലേക്ക് പോകും എന്നുറപ്പാണ്. അതുകൊണ്ടാണ് ആ ഉന്നയിച്ചിരിക്കുന്ന പേരുകൾ ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷണർ നിർദ്ദേശം നൽകിയത്. അതേസമയം വ്യക്തികളുടെ പേര് വിവരങ്ങൾ പുറത്തു വിട്ടില്ലെങ്കിലും റിപ്പോർട്ടിൽ അവരെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമാ രംഗത്തുള്ളവർക്ക് പ്രസ്തുത വ്യക്തികളെ മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. വർഷങ്ങളോളം നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനായി പല നടിമാരെയും നിരവധി തവണയാണ് കമ്മിറ്റി ബന്ധപ്പെട്ടത്. പലർക്കും വിവരങ്ങൾ നൽകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ സർക്കാരിൻ്റെ ഭാഗമായുള്ള ഉറപ്പ് കമ്മിറ്റി അവരെ അറിയിക്കുകയും സിനിമ തൊഴിലായി സ്വീകരിച്ചു വരുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ ഉദ്യമമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരും വിവരങ്ങൾ കമ്മിറ്റിയോട് പങ്കുവച്ചത്. മലയാള സിനിമാ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന പല താരങ്ങളും അവരുടെ യഥാർത്ഥ സ്വഭാവം മറച്ചുവച്ച് ജനങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണെന്നാണ് ഹേമ കമ്മിറ്റിയുടെ അഭിപ്രായം. റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം പുറത്തുവരികയാണെങ്കിൽ ഇത് സംബന്ധിച്ച ഒട്ടേറെ കോലാഹലങ്ങൾ ഉണ്ടാകുമെന്നും സംസ്ഥാന സർക്കാർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരോപണ വിധേയരായവരുടെ പേര് വിവരങ്ങൾ മറച്ചുവച്ച് റിപ്പോർട്ട് പുറത്തുവിടാം എന്ന തീരുമാനത്തിൽ സർക്കാർ എത്തി നിൽക്കുന്നതും. 2019 ഡിസംബർ 31 മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് നൽകിയ റിപ്പോർട്ടിൽ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള രേഖകളും സ്ക്രീൻഷോട്ടുകളും ഓഡിയോ ക്ലിപ്പുകളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്ന യുവതികളെ ഇരകളാക്കുന്ന കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ മലയാള സിനിമാ മേഖലയിലുണ്ടെന്ന കണ്ടെത്തൽ ബന്ധപ്പെട്ടവരുടെ സാക്ഷ്യപത്രമടക്കം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു. പല സിനിമാ പ്രമുഖരുടെയും പേരുകൾ ഉൾപ്പെട്ടതോടെ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ നേരത്തെ തയ്യാറായില്ല. വിവരാവകാശ പ്രകാരവും നിയമസഭയിലും റിപ്പോർട്ട് വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. വിവരാവകാശ കമ്മീഷന് പോലും റിപ്പോർട്ട് കൈമാറാൻ തയ്യാറാകാതെ വന്നതോടെ സിവിൽ കോടതിയുടെ അധികാരത്തോടെ റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷൻ പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് വിവരങ്ങൾ പരിശോധിച്ച ശേഷമാണ് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് നൽകാൻ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയതും.